ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഈസിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒത്തിരി നേരമൊന്നും വയ്ക്കേണ്ട കേട്ടോ. അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും റെഡിയാക്കാം. സവാള അരിഞ്ഞെൻ്റെ ഊപ്പാട് വന്ന് കൈ സവാളയും ചെറിയ ഉള്ളി എൻ്റെ തേമി എൻ്റെ കണ്ണാണെങ്കിൽ ഭയങ്കര നീറ്റിൽ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചിലർക്കൊന്നും ഇതേ സവാളയും ഉള്ളി അവർക്ക് കൊടുത്താൽ അവരൊന്നും കരയാതെ അവർക്കൊരു നീറ്റിലില്ലാതെ അവർ പൊളിച്ചെടുക്കുന്നതാണ് ഭയങ്കര ഈസി ആയിട്ട്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ സവാളയും ഉള്ളി ചെറുതായിട്ടൊന്ന് അരിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നീറും. അത് ഓരോരുത്തരുടെ ഓരോ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിലൊഴിച്ച് കടു ഇട്ട് അതിന് ശേഷം നമ്മൾ എന്താണ് പറയുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ ആദ്യം ഇട്ടത്. കാരണം ചെറിയ ഉള്ളിയാണ് ഞാൻ ആദ്യം പൊളിച്ച് തീർന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊളിച്ചത് ആദ്യം ഇട്ട് കഴിഞ്ഞാലേ അപ്പോൾ അത് ചെറുതായിട്ട് കിടന്ന് വാടി വരാൻ കുറച്ച് സമയം എടുക്കില്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സവാള അതിന് ശേഷമാണ് ഞാൻ സവാളയൊക്കെ അരിഞ്ഞത് കേട്ടോ. അപ്പോൾ കടുവിട്ട് നല്ല ടേസ്റ്റിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ വച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയാണ് ആദ്യം ഇട്ടത്. ഒരു 2-3 പിടി ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. അധികം ഇടുന്നില്ല, കാരണം ഇത്രയും തൊളിച്ചെടുത്തപ്പോൾ തന്നെ എൻ്റെ ഉപ്പാട് വന്നു. നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി ആയിരിക്കും. നമുക്കിങ്ങനെ കരയണത് മാത്രമല്ല, കണ്ണിന് തുളച്ചതുപോലത്തെ വേദന എന്താണെന്നുള്ളത്. എനിക്ക് ഞാൻ പണ്ട് മുതലേ കണ്ണാടി വെക്കുന്ന ആളാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വല്ല ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണോ ആവട്ടെ. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ശകല ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പിടണം എന്ന് പറയണത്. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ സമയം കൊണ്ട് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാള എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ പാത്രം തുറന്ന് ഒന്ന് കിണ്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇളക്കി കൊടുക്കണം. കിണ്ടി കൊടുക്കണം എന്നല്ല, ഇളക്കി കൊടുക്കണം. ഞാൻ ഇങ്ങനെ കിണ്ടുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഏത് പാനിൽ വെച്ചാലും അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ സവാള ഇട്ടത്. സവാള ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. സവാള അത് നീളത്തിലും അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഉണ്ടയായിട്ടും അരിഞ്ഞിട്ട് അങ്ങനെ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പാൻ അടച്ച് വെക്കണം. എന്നിട്ട് അപ്പം എന്താ ഒരു കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മാത്രമേ ടേസ്റ്റ് കാണുള്ളൂ. ചില ആൾക്കാർ കുറച്ച് ഇതേ ചേർക്കുള്ളൂ, അപ്പം ഭയങ്കര ടേസ്റ്റിനും കിട്ടും. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്കുന്നത് അതിനൊരു കണക്ക്, ഒരു മനസ്സിലൊരു അളവ് കാണത്തില്ലേ, അതിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എനിക്കിപ്പം കിട്ടിയത് ഭയങ്കര എരി കേട്ടോ. നമുക്ക് പച്ചമുളക് കറി വെക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ പച്ചമുളക് ഒരു 3 ഇടുമ്പോൾ ചിലപ്പം കറിക്ക് ഭയങ്കര എരിയായിരിക്കും, ചിലപ്പോൾ ഒട്ടും എരി കാണത്തില്ല. ഇന്നലെയൊക്കെ വെച്ച കറിക്ക് ഭയങ്കര എരിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു 1.5 പച്ചമുളകേ ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് അടച്ച് വയ്ക്കണുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ വച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കില്ല കേട്ടോ മാഗ്നേറ്റ് ചെയ്ത് വെക്കാതെ തന്നെ ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന്. പിന്നെ ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയേ. എന്നിട്ട് നമ്മൾ അതിൽ ഓയിലൊഴിച്ച് ബാക്കി മസാലപ്പൊടികളെല്ലാം ഇപ്പോഴാണ് ആഡ് ചെയ്യണത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റണം. പച്ചമണം മാറിയില്ലെങ്കിൽ ആ കറിക്കൊരു ടേസ്റ്റും കാണത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ആഡ് ചെയ്ത് കൊണ്ടുവന്നാലേ ഒരു ടേസ്റ്റും കാണത്തില്ല. പച്ചമണം അത് മാറാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തേ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തിന് നമ്മുടെ സൈഡിലുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ വരും കൂടെ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടി വലിയ ചട്ടിയായിരുന്നെങ്കിൽ, വലിയൊരു പാനായിരുന്നെങ്കിൽ ഇത് നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഈ പൊടികളെല്ലാം പച്ചമണം അതിൻ്റെത് മാറണം. ഞാൻ വഴറ്റും മിക്കവാറും അടുത്തുള്ള ഉള്ളികളൊക്കെ ഇതിൻ്റെ കൂടെ ചേരും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, ഇതും കൂടി ചേർന്നാണ് വഴണ്ട് വരണത്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടണം. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചോവ മാറണം, അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്കോട് കുറച്ചും കൂടി വലിപ്പമുള്ളൊരു പാനോ ചട്ടിയോ ഒക്കെ വെച്ചാൽ എനിക്കോട് അത് നല്ല സ്പേസ് കിട്ടുമെന്നേ. ഈ പാൻ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഈ പാത്രത്തിന്. അത് പൊക്കിയെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇത് പൊക്കിയെടുക്കുമ്പോൾ എനിക്ക് മറ്റേ പാട്ട് വരും, അരിവൻ കല്ലിൻ പൊക്കി പോയിടുന്നോൻ, ആ പാട്ടില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരും. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഗൈസ്. അപ്പം എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് എന്നിട്ട് നമ്മൾ ഫുൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. അപ്പോൾ
ലാസ്റ്റാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണത്. നമുക്കിനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതൊരു 1/4 ടീസ്പൂൺ അത്രയും ഞാൻ ആഡ് ചെയ്തോളേ. ലാസ്റ്റാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണേ. മഞ്ഞൾപ്പൊടിക്ക് പെട്ടെന്ന് അത് മൂത്ത് കിട്ടും എന്നാണ് പറയണത്. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുത്തൊരു വീട്ടിൽ പണി നടക്കുകയാണ്, അതാണൊരു സൗണ്ട്. എന്നിട്ട് ഞാൻ എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നിങ്ങൾ വിചാരിക്കും അടി പിടിച്ചെന്ന്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അതിങ്ങനെ ചേർന്ന് നല്ല ഇതായതാണ്, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതാക്കിയിട്ട് നമ്മൾ ഇതിൽ നേരിട്ടാണ് ചിക്കൻ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഈ ചിക്കനിലെ എല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഫ്രിഡ്ജിൽ പുരട്ടി വെക്കില്ലേ, തൈരൊക്കെ ചേർത്ത്. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നേരിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം നന്നായിട്ട് കളയണുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസിയത്. കാരണം മറ്റേത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം, അതൊരു പാട്. അങ്ങനെ ഇതെല്ലാം ഒന്നി തന്നെ നടക്കും കേട്ടോ. ഭയങ്കര ഈസിയാണ്. എന്നിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം എല്ലാം കളഞ്ഞ് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, നന്നായിട്ട് നല്ല വയണ്ട് വന്നതുപോലെ കിടപ്പില്ലേ. കാരണം നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതാണ് ഇത്രയും നല്ല ഇതായിട്ട് കിട്ടിയത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയൊക്കെ ക്രഷ് ചെയ്തെടുത്തില്ലേ, ആ ഒരു മിക്സിയിലുള്ള കുറച്ച് ശകലം ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഇനി ഒരു വലിയ ഫ്ലെയിമിലല്ല, അല്ലാതെ തന്നെ നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കറിയുടെ എല്ലാ ഭാഗത്തും ഗരം മസാല പിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം ഇല്ലേ, അത് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഭയങ്കര നല്ലൊരു ഫ്ലേവർ നൽകും കേട്ടോ ഈ കറിവേപ്പില ലാസ്റ്റ് ആഡ് ചെയ്യണതും. നമ്മൾ ഇടയ്ക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല കണ്ടൻറ്റായിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.